സാറേ 2025 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് നടക്കുകയാണ്. അതിന് ആതിഥേയത്വം വഹിക്കുന്നത് പാകിസ്ഥാനാണ്. എന്നാൽ പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ അയക്കില്ല എന്ന് BCCI ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം കേന്ദ്ര കായിക മന്ത്രിയായ അനുരാഗ് ഠാക്കൂർ പറഞ്ഞിരുന്നു, അതിർത്തി കടന്നുള്ള തീവ്രവാദം എന്ന് പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നോ അന്ന് മാത്രമേ ഇന്ത്യ പോകുന്നുള്ളൂ എന്ന്. പക്ഷേ പാകിസ്ഥാൻ പരമാവധി സമ്മർദ്ദം ഇന്ത്യയിൽ ചെലുത്തുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനോട് അവിടെ മത്സരം നടന്നാലേ ആൾ കൂടുള്ളൂ. അപ്പോൾ അവരുടെ ഒരു കായിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സംവിധാനത്തോട് ICC അതായത് മൊത്തം നിയന്ത്രിക്കുന്നവർ ഇത് ആവശ്യപ്പെടുന്നു. പക്ഷേ അവരെക്കാട്ടി ശക്തരാണ് സാമ്പത്തികമായും മറ്റു മേഖലകളിലും BCCI. അതുകൊണ്ട് BCCI പറയുന്നത് ഞങ്ങൾ വരുന്നില്ല. അപ്പോൾ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഹൈബ്രിഡ് മാതൃകയിൽ ശ്രീലങ്കയിലോ അല്ലെങ്കിൽ ദുബായിലോ അങ്ങനെയൊക്കെ വെച്ച് മത്സരം നടത്തുവാണെങ്കിൽ ഇന്ത്യ പങ്കെടുക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷം ഏഷ്യ കപ്പ് മത്സരം നടന്നു. അന്ന് ഇന്ത്യ കളിച്ച എല്ലാ മത്സരം അന്നും പാകിസ്ഥാനിൽ വെച്ചായിരുന്നു. എല്ലാ മത്സരവും നടന്നത് ഇന്ത്യ കളിച്ചത് ശ്രീലങ്കയിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധിയിലേക്കാണോ നീങ്ങുന്നത്? രാഷ്ട്രീയ കാരണങ്ങളും ഇതിനകത്തില്ലേ? ഉണ്ട്. പക്ഷേ പാകിസ്ഥാനിൽ പോയിട്ട് ഇന്ത്യ കളിക്കേണ്ട കാര്യമില്ല ഈ സന്ദർഭത്തിൽ. കാരണം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ഇപ്പോൾ അമേരിക്കയിൽ ഒരു ക്രിക്കറ്റ് T20 വേൾഡ് കപ്പ് T20യിൽ ഇന്ത്യയും പാകിസ്ഥാനും കൂടി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റേ വൈഷ്ണോ ദേവിയിലേക്ക് ഉത്തർപ്രദേശിൽ നിന്ന് പോയ തീർത്ഥാടകരുടെ ബസ്സിന് നേരെ തീവ്രവാദി ആക്രമണം ഉണ്ടായത്. അത് ഈ കളി നടക്കുമ്പോൾ അപ്പം തന്നെ ഇന്ത്യയിൽ പല ദേശീയ ചാനലുകളും ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. ആ ദേശീയ ചാനലുകൾ പറഞ്ഞു കളിക്കരുതായിരുന്നു ഇന്ത്യ, അവിടെ നമ്മൾ വിത്ഡ്രോ ചെയ്യണമായിരുന്നു. അവിടെ ആ മൈതാനത്ത് വെച്ചിട്ട് ഞങ്ങളിതാ ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് കളി അവസാനിപ്പിക്കണമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്ത്യയിലെ വികാരം, പാകിസ്ഥാനെതിരായ വികാരം. കാരണം ഈ അതിർത്തി കടന്നിട്ടുള്ള എത്രയോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കത്വയിലെ നമ്മൾ മറ്റേ ആക്രമണം 5 ജവാന്മാർ പിന്നെ 2 പേര് ഈ കൊല്ലപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ആ കത്വയിലെ ആക്രമണം തന്നെ അതിർത്തി കടന്ന് വന്നിട്ട് നടത്തിയതാണെന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. നുഴഞ്ഞു കയറ്റങ്ങൾ ധാരാളം കശ്മീരിൽ ഇപ്പം നടക്കുന്നുണ്ട്. അത് മൊത്തം സ്പോൺസർ ചെയ്ത് പാകിസ്ഥാനായിരിക്കും അല്ലേ? അതെ, പാകിസ്ഥാനിൽ നിന്നുള്ളവരാണല്ലോ ഈ വരുന്നത്. മാത്രമല്ല അത് ഇനി തുടരുകയും ചെയ്യും കുറച്ച് നാളത്തേക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ 30 മുമ്പ് PO മറ്റേ കശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പാക് ഒക്യുപ്പൈഡ് കശ്മീരിൽ പാക് അധിനിവേശ കശ്മീരിൽ 24 സീറ്റ് നീക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മറ്റേ അധിനിവേശ കശ്മീരിലും ആ നിയമസഭയുടെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണല്ലോ മണ്ഡല പുനർനിർണയം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെയും കൂടി സീറ്റ് നമ്മൾ വെച്ചത്. അപ്പൊ രാഷ്ട്രീയമായിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഇവര് നേരത്തെ അനുരാഗ് ഠാക്കൂർ പറഞ്ഞതുപോലെ തന്നെ ഇവര് ഈ നുഴഞ്ഞു കയറ്റവും ആക്രമണവും എങ്ങനെ അവസാനിപ്പിക്കുന്നു, എപ്പോൾ അവസാനിപ്പിക്കുന്നു അന്ന് നമുക്ക് നോക്കാം എന്നുള്ളതാണ്. ഇപ്പൊ ഫെബ്രുവരി മാർച്ചിൽ ചാമ്പ്യൻസ് ട്രോഫി, മുമ്പ് നമ്മൾ ഇന്ത്യ പറഞ്ഞിരുന്നത് ഏതെങ്കിലും ഒരു നഗരത്തില് പാകിസ്ഥാനില് കളിയിൽ പങ്കെടുക്കുന്ന ആലോചിക്കാന്ന് പറഞ്ഞിട്ട് ലാഹോറിൽ മാത്രമായിട്ട് കളിക്കാമെന്ന് പറഞ്ഞിരുന്നു, ലാഹോറിൽ മാത്രം. അത് സത്യത്തിൽ സാറ് നമ്മൾ ഇന്ത്യ പറഞ്ഞതല്ല, അത് ESPN ക്രിക്ക് ഇൻഫോ അവരവരുടെ സൈറ്റ് ഈ സ്പോർട്സ് ചാനലിന്റെ ഒക്കെ സൈറ്റാണ്. അപ്പൊ അവര് പറഞ്ഞതാണ് ഒരു നഗരത്തിൽ കളിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ലാഹോറിൽ മാത്രം കളിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ മാർച്ച് 1 ഇന്ത്യയുടെ കളിയുടെ ഫിക്സ്ചർ അവർ തയ്യാറാക്കി. പക്ഷെ ഇന്ത്യ അന്നും ഒന്നും റിയാക്ട് ചെയ്തില്ല. മാത്രമല്ല അന്ന് BCCIയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന രാജീവ് ശുക്ല പറഞ്ഞിരുന്നു അക്കാര്യത്തിൽ തീരുമാനം എന്താണെന്നുള്ളത് ഞങ്ങൾ അറിയിക്കാമെന്ന്. അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് അങ്ങനെ തീരുമാനം ഉണ്ടായില്ല. ESPN ലാഹോർ നിർദ്ദേശിച്ചു ഒരു നഗരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലാഹോർ നിർദ്ദേശിച്ചു. പക്ഷെ ലാഹോറും പാകിസ്ഥാനിലാണല്ലോ. അതെ, പാകിസ്ഥാനിലെ ഒരു നഗരം യാത്ര. അതെ, അപ്പൊ പാകിസ്ഥാനില് ഏത് നഗരത്തിലാണെങ്കിലും നമ്മൾ പോയി കളിക്കാൻ പോകുന്നില്ല. അത് ഇസ്ലാമാബാദ് ആയാലും കൊള്ളാം, ലാഹോർ ആയാലും കൊള്ളാം, റാവൽപിണ്ടി ആയാലും കൊള്ളാം. എല്ലാ സ്ഥലത്തും പിന്നെ അജ്ഞാതൻ കയറി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. നമ്മളായിട്ട് പോകുന്നില്ല. ഇതെന്താന്ന് വെച്ചാൽ നമ്മളിത് ആദ്യമായിട്ടല്ലല്ലോ പറയുന്നത്. അതെ, നമ്മൾ ഏറ്റവും അവസാനം 2008 ഏഷ്യ കപ്പ് മുതൽ
നമ്മൾ പോയിട്ടില്ല. അവസാനമായിട്ട് ഇന്ത്യ പാകിസ്ഥാനിൽ പോയത് ഏഷ്യ കപ്പിന് അത് 2008 അതെ. 16 കൊല്ലമായിട്ട് പാകിസ്ഥാനിൽ പോയി കളിച്ചിട്ടില്ല ഇന്ത്യ. അതെ. അപ്പൊ ഇതൊരു പുതിയ കാര്യമല്ല ഇന്ത്യ പോകുന്നില്ല എന്ന് പറയുന്നത്. പാകിസ്ഥാൻ ആഗ്രഹം ഉണ്ടായിരിക്കാം, പാകിസ്ഥാൻ ആഗ്രഹമുണ്ട് സാറേ. മാത്രമല്ല നമ്മൾ അവിടെ പാകിസ്ഥാന്റെ കൂടെ കളിച്ചിട്ട് നമ്മൾ ജയിക്കുന്നു എന്ന് വെക്കേ, അവിടുത്തെ പ്രതികരണം എന്താന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതെ അതെ അതെ. കളിക്കാരുടെ ജീവന് വരെ ചിലപ്പോൾ ഭീഷണി ഉണ്ടാകും. അത് ഒഴിവാക്കുന്നതാണല്ലോ നല്ലത്. കാരണം കശ്മീരിൽ നുഴഞ്ഞു കയറി വരുന്ന ഭീകരന്മാര് അവിടെ മൈതാനത്ത് നുഴഞ്ഞു കയറില്ല എന്ന് എന്താണ് ഉറപ്പ്? അത് അവരുടെ സ്ഥലമല്ലേ. അതെ. മാത്രമല്ല അവിടുത്തെ പട്ടാളത്തിൻ്റെ ISI മറ്റേ ചാരസംഘടന അവര് എന്തൊക്കെ ചെയ്തു കൂട്ടുന്നുള്ളത് ആർക്കറിയാം? നമ്മുടെ ജീവന്റെ വിലയൊന്നും ക്രിക്കറ്റിനില്ലല്ലോ. ജീവന്റെ വിലയല്ലേ ഏറ്റവും വലുത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ അവിടെ പോയി കളിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഏറ്റവും അവസാനം പാകിസ്ഥാനുമായിട്ടുള്ള ഈ സീരീസ് തന്നെ നമ്മൾ കളിക്കാറില്ല. 2012 ഡിസംബർ മുതൽ 2013 ജനുവരി വരെ കളിച്ചതാണ് അവസാനത്തെ. അത് നമ്മൾ ആവശ്യപ്പെട്ടില്ല, പാകിസ്ഥാന്റെ നിരന്തര സമ്മർദ്ദത്തെ തുടർന്ന് അവർ ഇന്ത്യയിലേക്ക് ഇവിടെ ഒരു വരാറുണ്ട്. ഇവിടെ അങ്ങനെ 2012 വന്നു, നമ്മൾ കളിച്ചു. പിന്നെ ICCI മറ്റേ ഏഷ്യ കപ്പ് മറ്റേ ശ്രീലങ്കയെ വെച്ച് ഇന്ത്യ കളിച്ചത്. അപ്പൊ അതുകൊണ്ട് അതോടുകൂടി അത് സംഗതി തീർന്നാണ്. നമ്മള് ഇത്രയും കൊല്ലമായിട്ട് നമ്മൾ 2008 ശേഷം കളിക്കുന്നില്ല. അത് തുടർച്ചയായിട്ട് വരുന്ന, അത് മോദി ഗവൺമെന്റിന്റെ നയം ഉള്ളത് പോലും അല്ല, പണ്ട് തൊട്ട് തന്നെ അങ്ങനെയാണത്. സാറേ മാത്രമല്ല ഈ പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയെ പോലെ തന്നെ ക്രിക്കറ്റ് ഒരു ഭയങ്കര വികാരമാണ്. പാകിസ്ഥാനിൽ ഈ പട്ടിണിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ക്രിക്കറ്റ് കളി ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഒന്നിച്ചിരിക്കും. ഈ ക്രിക്കറ്റിൽ ചിരവൈരി എന്നറിയപ്പെടുന്ന ഇന്ത്യയാണ് മത്സരിക്കുന്നതെങ്കിൽ അവരെല്ലാം കൂടെ ഒന്നിച്ചിരിക്കും. അപ്പം ഒരു ഐക്യം ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ സാമ്പത്തികം, ഈ പറയുന്ന പൈസ കൊടുത്ത ആളുകൾ സ്റ്റേഡിയത്തിലേക്ക് എത്തും. അതുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ എങ്ങനെയും ഇന്ത്യയായിട്ട് കളിക്കണം. അന്ന് സാർ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു ആക്രമണം നടന്നു. അന്നത്തെ മത്സരത്തിലും ഈ T20 അമേരിക്കയിൽ വെച്ച് പാകിസ്ഥാന് ജയിക്കാവുന്ന കളിയാണ്. പക്ഷേ ഇന്ത്യയുടെ മികവ് കൊണ്ട് അവസാന നിമിഷം ഇന്ത്യയാണ് ജയിച്ചത്. അപ്പോൾ അതിൻ്റെയൊക്കെ വിരോധം ആ പാകിസ്ഥാനികളുടെ മനസ്സിലുണ്ട്. മാത്രമല്ല അവർക്ക് ഈ സാമ്പത്തികമായിട്ട് കുറച്ചെങ്കിലും മെച്ചപ്പെടണമെങ്കിൽ ഇത്തരം കായിക ഇനങ്ങൾ നടത്തണം. മറ്റ് കായിക ഇനങ്ങൾക്കൊന്നും അവിടെ വലിയ വേരോട്ടം ഇല്ല. അപ്പോൾ ഈ ക്രിക്കറ്റാണ്, ക്രിക്കറ്റിൽ ഇന്ത്യ അവിടെ മത്സരിക്കുകയാണ് ചെയ്യണം. അതല്ല, നമ്മൾ പാകിസ്ഥാനുമായിട്ട് നടന്ന യുദ്ധങ്ങളിലൊക്കെ പാകിസ്ഥാൻ തോറ്റുപോയി. ആകെ അവർക്ക് ജയിക്കാനായിട്ടൊരു സ്കോപ്പ് ഉള്ളത് ഈ മൈതാനത്ത് മാത്രമാണ് അവർ കാണുന്നത്. അപൂർവം ചില ഘട്ടങ്ങളിലൊക്കെ ജയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ജയിച്ച് നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷെ ഞാൻ അടുത്ത കാലത്തൊക്കെ വായിക്കുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് മാച്ച് ഫീ തന്നെ കിട്ടുന്നില്ല. അത്രയും ദാരിദ്ര്യമായി അവിടെ. ഞാൻ തന്നെ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ KSRTCയുടെ അവസ്ഥയിലാണ് അവിടുത്തെ ക്രിക്കറ്റ് ടീം. കാരണം അവർക്ക് ശമ്പളം കിട്ടുന്നില്ല. ക്രിക്കറ്റ് താരങ്ങൾക്ക് ശമ്പളം കിട്ടാത്തൊരു ക്രിക്കറ്റ് ടീം ഡീമോറലൈസ്ഡ് ആയിരിക്കും. അവർ മൈതാനത്ത് നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. നമ്മൾ പക്ഷേ ലോങ് സ്റ്റാൻഡിങ് ആണ് ഈ നയം. നമ്മൾ പാകിസ്ഥാൻ്റെ കൂടെ അത് കളിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മളിപ്പോൾ പുൽവാമ ആക്രമണം, ആ ആക്രമണം കഴിഞ്ഞ് നമ്മൾ ബാലക്കോട്ട് തിരിച്ചടിച്ചിട്ടൊന്നും അധികം കാലമൊന്നും ആയില്ലല്ലോ. ഈ അതുപോലെ തന്നെ നമ്മളോട് മറ്റേ കാർഗിൽ യുദ്ധത്തിൽ നമ്മളോട് മര്യാദക്കൊന്നുമല്ല അവർ പെരുമാറിയിരിക്കുന്നത്. നിരനിരയായിട്ട് നമ്മുടെ പ്രിസണേഴ്സ് ഓഫ് വാറിനോട് മര്യാദയ്ക്ക് പെരുമാറണമെന്ന് ജനീവ കൺവെൻഷനിലാണ് യുദ്ധത്തടവുകാരോട്. അങ്ങനെയൊന്നുമല്ല, ഇവര് നമ്മുടെ തടവുകാരായി പിടിച്ചവരെ മുഴുവൻ നിരനിരയായി നിർത്തി വെടിവെച്ച് കൊല്ലുക ചെയ്തത്. പിന്നെ അംഗഭംഗം വരുത്തുകയൊക്കെ ചെയ്തു ശരീരത്തിൽ പലതുമൊക്കെ. അത് അവര് മുമ്പത്തെ യുദ്ധങ്ങളിലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. തിരിച്ച് ഈ ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയായിട്ട് തോറ്റിട്ട് പാകിസ്ഥാനിലെ കളിക്കാർക്ക് അവരുടെ രാജ്യത്തേക്ക് ചെല്ലാനും പറ്റത്തില്ല, ജനങ്ങളും എതിരാകും. അപ്പോൾ അങ്ങനെ കുറച്ച് ഇന്ത്യയായിട്ട് 1-2 കളി തോറ്റ് കഴിഞ്ഞപ്പോൾ അവർക്ക് സ്വന്തം നാട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതെ വന്ന് UAE ദുബായിലോട്ട് മാറ്റി അവരുടെ ഈ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് അവർ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു വികാരമായിട്ട് അവർ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഇന്ത്യയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു യുദ്ധമാണ് ഇന്ത്യയുടെ മേൽ. പക്ഷേ എപ്പോഴും യുദ്ധം നടക്കുന്നതിന് പകരം, കാരണം അവരുടെ ആയുധങ്ങളും ഇല്ല. ആകെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ കയ്യിലും ആണവായുധം ഉണ്ട്. ഞങ്ങൾ ബോംബ് പൊട്ടിച്ച് മറ്റേ അണുബോംബ് പൊട്ടിച്ച് പരീക്ഷണം നടത്തിയവരാണ്. ആണവശക്തി പാകിസ്ഥാനിൽ നിന്ന് ആര് സംസാരിക്കുമ്പോഴും ഇന്ത്യയെ പറ്റി സംസാരിക്കുമ്പോൾ ഞങ്ങളും അവരും ആണവശക്തികളാണെന്ന് പറഞ്ഞാണ് തുടങ്ങുക. എന്ന് പറഞ്ഞാൽ
ഞങ്ങൾക്ക് ഇന്ത്യയിലായിട്ടൊരു തുല്യത ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണത്. പണ്ട് AM ഖാന്റെ മറ്റോ നേതൃത്വത്തിൽ ഈ അണുബോംബ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളിലൊക്കെ അവർ വിജയിക്കുകയൊക്കെ ചെയ്ത ശേഷം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചർച്ചയിൽ ഒരു സ്ത്രീ പാകിസ്ഥാനി എന്ന് പറയുന്ന കണ്ടു ഒരു ദേശീയ ചാനലില്, ഞങ്ങളും ഇന്ത്യയെ പോലെ ആണവശക്തിയാണെന്ന്. ബാക്കി കാര്യങ്ങളോ കുത്തുവാളെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പിച്ചക്കാർക്കുള്ള 2000 പാസ്പോർട്ട്, കാരണം പിച്ചക്കാർ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഇവരുടെ മാനം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാന്റെ. കാരണം ജീവിക്കാൻ കഴിവില്ല അവർക്ക്. നമ്മളിപ്പോ POKയിലുള്ളവര് ഇങ്ങോട്ട് നോക്കുമ്പോൾ കാശ്മീരൊക്കെ ഒരുപാട് വികസനം കാശ്മീരിൽ ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്കും അങ്ങനെ ജീവിക്കണം എന്ന് അവർക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ് അവരവിടെ പ്രക്ഷോഭങ്ങൾ നടത്തുന്നത്. അവിടുത്തെ വൈദ്യുതി നിലയങ്ങൾ, ജലവൈദ്യുത നിലയങ്ങളൊക്കെ POKയിലാണ്. എന്നിട്ട് അവിടെ നിന്നുള്ള വൈദ്യുതിക്ക് ഇവര് വലിയ വിലയും കൊടുക്കണം POKയിലുള്ള ആളുകൾ. അങ്ങനെ അവര് പയറ്റിക്കൊണ്ടിരിക്കുന്നു. ഇവരാണെങ്കിൽ IMFൽ നിന്ന് പൈസ മേടിച്ചാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനും പുറമെ ചൈനയുടെ ഒരു ഉപഗ്രഹ രാജ്യം മാത്രമാണ് പാകിസ്ഥാൻ. ഈ പാകിസ്ഥാനിലേക്ക് നമ്മൾ പോകാത്തതിന്റെ കാരണം പാകിസ്ഥാനോടുള്ള വിരോധം കൊണ്ട് മാത്രമല്ല, ശത്രുരാജ്യം എന്നുള്ളതുകൊണ്ടല്ല. നമ്മുടെ വേറൊരു ശത്രുരാജ്യത്തിന്റെ ഉപഗ്രഹം മാത്രമാണ്, മാത്രമാണ് പാകിസ്ഥാൻ എന്നുള്ളതുകൊണ്ടാണ്. അത് ചൈനയാണ്. ചൈന BRI ബിൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞ പരിപാടിയിൽ ധാരാളം അടിസ്ഥാന സൗകര്യ സംഭവങ്ങൾ, പാലങ്ങൾ, റോഡുകൾ, ഇതൊക്കെ പണിയുന്നുണ്ട് അവിടെ. എന്നിട്ട് ചൈനയുടെ കടക്കണിയിൽ പെട്ടിരിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ ഇത് തിരിച്ചടയ്ക്കാനുള്ള പണം കയ്യിലില്ല താനും. അപ്പൊ ചൈനയുടെ ഡിക്റ്റേറ്റർഷിപ്പാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആകെ ചൈനയ്ക്കെതിരെ പ്രൊട്ടസ്റ്റുകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം ബലൂചിസ്ഥാനാണ്. കാരണം ബലൂചിസ്ഥാനിൽ ചില പണികളൊക്കെ നടത്താൻ പോകുന്ന ചൈനീസ് എഞ്ചിനീയർമാർക്കെതിരെ അവിടെ വിമതര്. കാരണം ബലൂചിസ്ഥാൻ അവിടെ വിമോചന സമരം നടത്തിക്കൊണ്ടിരിക്കുക. അവരുടേതായ സ്വാതന്ത്ര്യ സമരം, പാകിസ്ഥാനിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൈനയുടെ എഞ്ചിനീയർമാരെയൊക്കെ കാണുമ്പോൾ ഈ ബലൂജി വിമോചന പോരാളികൾ വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്യാറുണ്ട്. അടുത്ത യെസ്, 2 മാസം മുമ്പും 5 ചൈനീസ് എഞ്ചിനീയർമാരെ അവിടെ കൊല്ലപ്പെട്ടിരുന്നു. അത് കാരണം അവിടുത്തെ പണിയൊക്കെ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുക. ബാക്കി എഞ്ചിനീയർമാരൊക്കെ തിരിച്ച് ചൈനയിലേക്ക് പോയി എന്നൊക്കെ വായിച്ചിരുന്നു. അപ്പോൾ ചൈനയുടെ ഒരു പ്രസൻസ് ഭയങ്കരമായിട്ട് അവിടെ ഉണ്ട്. ചൈനക്കാർ അവിടെ പോയിട്ട് അവിടെ തന്നെയുള്ള ആളുകളെ വിവാഹം ചെയ്തും, കാരണം കുറെ കാലം വേണമല്ലോ ഈ പാലം പണിയാനും ഒക്കെ, അങ്ങനെ ചെയ്യുന്നതായിട്ടും ഒക്കെ പള്ളിയിൽ പോയി കല്യാണം കഴിക്കുന്നൊക്കെ ആയിട്ടും ഒക്കെ വാർത്തകളൊക്കെ കാണാം. ക്രിസ്ത്യൻ യുവതികളെ കല്യാണം കഴിക്കുന്നു എന്നൊക്കെ കാണാം. മുസ്ലിം യുവതികൾ മതം മാറി കല്യാണം കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ധാരാളം വാർത്തകൾ ഇങ്ങനെ ചൈനക്കാരുടെ പാകിസ്ഥാനിൽ വന്നിട്ടുള്ള വിവാഹങ്ങളുടെ വാർത്തകളൊക്കെ കാണാം. സാർ, ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുമ്പോഴത്തേക്ക് 8 ടീമുകളാണ് പങ്കെടുക്കുന്നത്. 50 ഓവർ മത്സരമാണ്. ഈ 8 ടീമുകൾ പങ്കെടുക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാന ടീം ഇന്ത്യയാണ്. കാരണം സ്പോർട്സ് ചാനലുകളുണ്ടല്ലോ ഇത് സംപ്രേഷണം ചെയ്യുന്നത്, അവരുടെ വരുമാനം കിട്ടണമെങ്കിൽ ഇന്ത്യ മത്സരിക്കണം. അത് നമ്മുടെ ജനസംഖ്യയുടെ വെച്ചിട്ടാണ്. ഇത്രയും ജനസംഖ്യയുള്ള ഒരാളുകൾ ഏറ്റവും വലിയ വിപണി. അപ്പോൾ അവർ ആ കളി അത്രയും സ്പോൺസേഴ്സ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ESPN ക്രിക്കറ്റ് ഇൻഫോ ആദ്യം തന്നെ ഫിക്സറൊക്കെ പറഞ്ഞു ലാഹോറിൽ ഇന്ത്യ എല്ലാ കളിയും കളിക്കും, ഫസ്റ്റ് കളി മാർച്ച് 1 പറയും. അപ്പോൾ ഇന്ത്യ ചെല്ലണമെന്ന് ഇപ്പം വാസിം അക്രം അവരുടെ ഏറ്റവും പ്രമുഖനായ ഒരു ക്രിക്കറ്റ് ബൗളറാണ്, മാന്യനുമാണ്. അതെ അയാൾ പറഞ്ഞു. പക്ഷേ ഇന്ത്യ വരണം. അവർ പറയുന്നതിൻ്റെയൊക്കെ കാരണം ഈ രാജ്യത്തൊന്നും ഒരു നല്ല സന്തോഷമൊക്കെ വരട്ടെ എന്നൊക്കെ വിചാരിച്ചായിരിക്കും. പക്ഷേ ഈ പറയുന്ന ക്രിക്കറ്റ് താരങ്ങൾ ആരും ഈ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് കഴിയുമ്പോൾ പാകിസ്ഥാനിൽ ജീവിക്കുന്നില്ലല്ലോ. അവരൊന്ന് ഈ ദുബൈയിൽ, ഇംഗ്ലണ്ടിൽ, മറ്റുള്ള സ്ഥലത്തേക്കല്ലേ പോകുന്നത്. അപ്പോൾ അവിടെ അത്രയും സേഫ് അല്ലെന്നല്ലേ ഈ ക്രിക്കറ്റ് താരങ്ങൾക്ക് പോലും. നമ്മുടെ ആകെ മറ്റേ പാകിസ്ഥാനിലൊരു ക്രിക്കറ്ററെ കല്യാണം കഴിച്ചത് ഹൈദരാബാദിൽ നിന്നുള്ള സാനിയ മിർസ, അത് ഡിവോഴ്സ് ആയത്. അതെ. അപ്പോൾ അതും വേറൊരു കല്യാണം തീരുമാനിച്ചിരിക്കുമ്പോഴാണ്, വേറൊരു നിക്കാഹ് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് എവിടെയോ വെച്ച് ഇയാളെ കണ്ടിട്ട്, അതെ ഏതോ ഒരു ക്രിക്കറ്റ് മത്സരത്തിന്റെ വെച്ച് കണ്ടിട്ട് അതിനു മുമ്പ് ഒരെണ്ണം ഫിക്സ് ചെയ്തിരുന്നതാണ് ആ സമയത്ത്. അതല്ലാതെ ആരും അവിടെ പോയി ഒരു ദരിദ്ര രാജ്യത്തിൽ പോയിട്ട് ആരെങ്കിലും ജീവിക്കുമോ? ഇല്ല, അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ക്രിക്കറ്റ് താരങ്ങൾക്ക് ഇഷ്ടമല്ല. ഈ ഒമർ അബ്ദുള്ള കഴിഞ്ഞ ദിവസം ഈ വിവരം പറഞ്ഞിരുന്നല്ലോ. ഒമർ അബ്ദുള്ള പക്ഷെ പാകിസ്ഥാനെ അനുകൂലിച്ചൊന്നും വർത്താനം പറഞ്ഞില്ല. ഇല്ലില്ല. ഇന്നലെ പാകിസ്ഥാൻ മറ്റേ മര്യാദയ്ക്ക് ഈ
അക്രമം ഈ അക്രമമൊക്കെ നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം എന്ന് തന്നെയാണ് ഉമർ അബ്ദുള്ളയും പറഞ്ഞത്. ഇതൊന്നും നടപ്പുള്ള കാര്യമില്ല. കാരണം പുതിയതായിട്ട് ഇന്ത്യ പ്രത്യേകിച്ചൊന്നും പറയുന്നതല്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് പാതിര മുതൽ ഇനി നുഴഞ്ഞു കയറില്ല, അക്രമം നടത്തില്ല. ഞങ്ങൾ മുംബൈ സ്ഫോടനം പോലുള്ള സ്ഫോടനങ്ങൾ നടത്തില്ല. ഞങ്ങൾ എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ തട്ടിക്കൊണ്ടുപോകുന്നില്ല, ചൊല്ലിടുന്നു എന്ന് പറയണം. പക്ഷെ അത് ആര് പറയും? പട്ടാള ഭരണം പറയുമോ അതോ ഈ പറയുന്ന പ്രധാനമന്ത്രി പറയുമോ? പ്രധാനമന്ത്രി പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അതല്ലേ, അവിടെ ജനാധിപത്യം ഇല്ലല്ലോ. അവിടെ പട്ടാളം എപ്പോ വേണമെങ്കിലും അട്ടിമറി നടത്താമെന്ന് പറയുന്ന സ്ഥലമാണത്. പർവേസ് മുഷറഫോ യാഹിയ ഖാനോ അങ്ങനത്തെ ആളുകളും ഒക്കെ വരാമല്ലോ അവിടെ. എത്രയോ ഇടക്കിടക്ക് പട്ടാള അട്ടിമറിയൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. കുറെ കാലമായിട്ടില്ല, എന്നാലും ഭരണം പട്ടാളത്തിന്റെ വകയാണ്. അപ്പോൾ പട്ടാളം അവിടെ നിന്നല്ലേ മറ്റേ ഒസാമ ബിൻ ലാഡനെ അബോട്ടാബാദിൽ നിന്നല്ലേ പിടിച്ചു. നമ്മുടെയൊക്കെ അതിർത്തിയിലാണ് ഒസാമ ബിൻ ലാഡന് അഭയം കൊടുത്ത സ്ഥലമാണത്. ദാവൂദ് ഇബ്രാഹിം ഇപ്പൊ കറാച്ചിയിലല്ലേ താമസം. മുംബൈ സ്ഫോടനത്തിൻ്റെ ഒക്കെ സൂത്രധാരനാണെന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും വലിയൊരു ചത്തോലിനെ പിടിച്ചിട്ട് അവിടെ വെച്ച് ഇന്ത്യയിൽ പോയി ഇടക്കിടയ്ക്ക് ബോംബ് വെക്കാനായിട്ട് ഒരുത്തിനെ പിടിച്ച് അവിടെ താമസിപ്പിച്ചിരിക്കുകയാണ് ISI കറാച്ചിയിൽ. ഇടക്കിടയ്ക്ക് അയാളെ പറ്റി വാർത്തയും വരും, മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞു. ഇല്ല, മരിച്ചില്ല, ദാവൂദ് ഇബ്രാഹിം ബോധം കെട്ട് വീണുവെന്നോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു, ഇടക്കിടയ്ക്ക് വാർത്തയും വരാറുണ്ട്. ഇങ്ങനെ നമ്മുടെ ശത്രുക്കളെയൊക്കെ താമസിപ്പിക്കുകയും അവർക്ക് ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഭീകര രാജ്യമാണ്. അവിടെ പോയി നമ്മൾ കളിക്കുന്ന പ്രശ്നമില്ല, കളിക്കേണ്ട കാര്യമില്ലെന്നേ. അപ്പം BCCI എടുത്ത നിലപാട് ശരിയാണ്, അങ്ങോട്ട് പോകേണ്ട കാര്യം ഞങ്ങൾ വരുന്നില്ല. പക്ഷേ ഈ പറയുന്ന തീരുമാനമല്ല ശരിക്കും, അതൊരു ദേശാഭിമാന തീരുമാനമാണ്, രാഷ്ട്രീയ തീരുമാനമാണ്. അങ്ങനെ വിലസണ്ടെന്നേ. നമ്മുടെ സാന്നിധ്യം കൊണ്ട് പാകിസ്ഥാൻ വിലസണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.